അപ്പോൾ ഇന്ന് സാറ്റർഡേ ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോണേണ്. അപ്പോൾ ഷീമാട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വാ ഒരുമിച്ച് എല്ലാവർക്കും ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. അപ്പോൾ ഷോപ്പിങ്ങിന് ഞാനും മമ്മിയും എൻ്റെ 2 പിള്ളേരും ഉണ്ട്. മമ്മി അപ്പോൾ അവിടെ വണ്ടി പുറത്തേക്ക് എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ ഡ്രൈവർ ഞങ്ങളെ മമ്മിയാണ്. മമ്മി അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ അതേ മമ്മിയാണ് ഞങ്ങളെ എല്ലായിടത്തും ഷോപ്പിങ്ങിനും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേയും സൺഡേയും എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചിട്ട് നേരെ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് കഴിക്കാനോ കറങ്ങാനും പോകും. അപ്പോൾ പുറകിൽ തന്നെ മോളിരിക്കുന്നുണ്ട്, ഇവിടെ ഇളയാളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഷീമാട്ടിയിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഷീമാട്ടിയിലെത്തി. ഷീമാട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ കേട്ടോ. ഞാൻ ചെറുപ്പം മുതൽ തന്നെ എന്ത് കാര്യത്തിന്, എന്ത് ഡ്രസ്സിനാണ്, എന്ത് മേടിക്കാനാണെങ്കിലും എൻ്റെ പപ്പ എപ്പോഴും ഞങ്ങളെല്ലാവരെയും, എന്നെയും ചേച്ചിനെയും മമ്മീനെയൊക്കെ കൊണ്ടുവരുന്ന ഷീമാട്ടിയിലാട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കുറേ പേര് പറഞ്ഞാൽ ഷീമാട്ടി ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര ഹയർ റേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്നല്ല, ഷീമാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിടെ നിന്ന് എടുത്താലേ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അവരുടെ സൽവാർ സെക്ഷനാട്ടോ. എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് കാഞ്ചീപുരം സെഷൻ. ഇവർ കാഞ്ചീപുരം സെഷൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വേറൊരു വേൾഡിലേക്ക് വന്ന പോലെ കേട്ടോ. ഒത്തിരി കാഞ്ചീപുരം കളക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2000 മുതൽ തന്നെ സ്റ്റാർട്ടിങ് കാഞ്ചീപുരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് ഈ കാണുന്നൊക്കെ വെഡ്ഡിങ് സെഷനാട്ടോ. ഇവിടെയൊക്കെ നല്ല റേഞ്ചാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് തന്നെ 5000 ആണത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളൊരു 3000 റേഞ്ചിലൊക്കെ വരുന്ന ഭാഗത്താണ് പോയത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് മമ്മിക്കൊന്നും മേടിച്ച് തരാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടത്തിൽ അപ്പോൾ എന്നെയും കൊണ്ട് അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയി. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത സാരി. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ചേച്ചിക്കും പിന്നെ എൻ്റെ കുട്ടികൾക്കും പിന്നെ ചേച്ചിയുടെ മദർ ഇൻ ലോക്കൊക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചിയുടെ മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ മോള് ഭയങ്കര അലമ്പായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അവളുടെ മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ കുഞ്ചലം കെട്ടിയൊക്കെ തരുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പുതിയതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഷീമാട്ടിയിൽ ഇപ്പോൾ ഷൂസും പിന്നെ ആക്സസറീസും സാൻഡൽസൊക്കെ അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈക്ക് 1 സ്റ്റോപ്പ് ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇവിടെ ഒരാൾ എന്തിന് പോയാലും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഇച്ചിരി ഹയർ റേഞ്ചിലാട്ടോ അതൊക്കെ. പിന്നെ എൻ്റെ ദീദിയുടെ മദർ ഇൻ ലോ എന്ന് വെച്ചാൽ പുള്ളിക്കാരി കോട്ടൺ സാരീസേ ഉടുക്കുള്ളൂ. പുള്ളിക്കാരി സിൽക്കൊന്നും ഉടുക്കില്ല. സിൽക്കൊന്നും പുള്ളിക്കാരിക്ക് എന്താണെന്ന് പറയുന്നത് അലർജിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ ഡ്രസ്സസേ പുള്ളിക്കാരി എടുക്കാറുള്ളൂ. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് അമ്മക്ക് വേണ്ടിയിട്ട് കോട്ടൺ സാരീസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത്രയാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഞങ്ങൾ ആ പീകോക്ക് ബ്ലൂ ആണ് ഞങ്ങൾ എടുത്തത്. കോട്ടൺ സാരി എന്നൊക്കെ പറയൽ മാത്രമല്ല കേട്ടോ, നല്ല റേറ്റാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് തന്നെ 2000 ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ടാണ്. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടാ. അപ്പോൾ നമ്മൾ സാരി എല്ലാം എടുത്ത്, കാഞ്ചീപുരം സാരി എടുത്ത്, ഒരു കോട്ടൺ സാരി എടുത്ത്, ഇനി അടുത്ത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ പോകും. എന്തെടുക്കാൻ പോകും? റണ്ണിങ് മെറ്റീരിയൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയൽസ് കുറച്ച് മേടിക്കാൻ പോയിരുന്നു. അപ്പോൾ മമ്മിയാണെങ്കിൽ ഇങ്ങനെ കുർത്തയൊക്കെ തയ്ച്ചൊക്കെ ഇടുന്ന കൂട്ടത്തിലാളാട്ടോ. അപ്പോൾ അതും വാങ്ങി. ഫൈനലി നമുക്കുള്ളത് കിട്ടി. ഇഷയ്ക്ക് വേണ്ടിയിരുന്നത് ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് കിട്ടി അല്ലേ? പിന്നെ നെക്സ്റ്റ് എനിക്കും മമ്മിക്ക് ഒരു ഫ്രോക്ക് നോക്കണം. അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊന്നും എടുക്കാനേ പറ്റിയിട്ടുള്ളത്. ഈ പീക്കിട്ട് എൻ്റെ പുറകിരിക്കുന്ന ആളെന്നെ കൊണ്ട് ഒന്നിനൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഫുൾ അലമ്പാക്കി കിടക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിനുള്ളൊരു ഷർട്ടും എടുത്തു. മമ്മിയാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിംഗ് ആയിട്ട് നടക്കുന്ന ആളാട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആകെ ടയേർഡായിരുന്നു. വിശന്നിട്ടും വയ്യ, വിശന്നതിനേക്കാളും കൂടുതൽ ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാം ചെയ്തു, ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷീമാട്ടിയിൽ താഴത്തെ ഫ്ലോറിലേക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ അതേ നല്ല രസം, അവിടെയൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. സാരി, പിള്ളേർക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു. നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഷീമാട്ടി തന്നെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവരുടെ. അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടി അത് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരാൾ ഭയങ്കര അലമ്പാണ്.
ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു, കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.